മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കർമ്മസാരഥിയായിരുന്നു അഭ്യുന്നതനായ പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്ത. ദീർഘമായ ജീവിതം ദൈവം ദാനമായി നൽകി. 3 ഭദ്രാസനങ്ങളുടെ വളർച്ചയ്ക്ക് അഭ്യുന്നതനായ പക്കോമ്യൂസ് തിരുമേനി സുധീരമായ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇടുക്കി ഭദ്രാസനം, അങ്കമാലി ഭദ്രാസനം 2002 രൂപീകരിച്ച മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയാണ്. 10 വർഷത്തിലധികം മാവേലിക്കര ഭദ്രാസനത്തെ നയിച്ചു. മാവേലിക്കരയിൽ ഭദ്രാസനം ആരംഭിച്ച അവസരത്തിൽ അവിടെ പ്രാഥമികമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തഴക്കര MS സെമിനാരിയിലാണ് മാവേലിക്കര ഭദ്രാസന കേന്ദ്രമായിട്ട് പരിശുദ്ധ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് ആരംഭിച്ചത്. അഭ്യുന്നത പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്തായുടെ നിസ്തന്തരമായ പ്രവർത്തനം കൊണ്ട് മാവേലിക്കര ഭദ്രാസനത്തിൽ വളരെ മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം പണിതുയർത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതിൻ്റെ കൂദാശ മാവേലിക്കരയുടെ യശസ്സിനും പ്രൗഢിക്കും അനുസൃതമായി വളരെ മനോഹരമായി ആഘോഷങ്ങളോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മാവേലിക്കര ഭദ്രാസനത്തിലെ 50-ലധികം പള്ളികൾ, 50-ലധികം വൈദികർ ഭദ്രാസനത്തിൻ്റെ ഐക്യത്തിനും വളർച്ചയ്ക്കും വികസനത്തിനും കൂട്ടായ പ്രവർത്തനമാണ് കാണിച്ചു നൽകുന്നത്. റാന്നി പെരുന്നാട് ബദനി ആശ്രമ അംഗമെന്ന നിലയിൽ അഭ്യുന്നത പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്ത മലങ്കര സഭയ്ക്ക് നൽകുന്നത് ഒരു ബദൽ മാതൃകയാണ്. പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്തായുടെ ജീവിതവും സാക്ഷ്യവും ഏറ്റവും അനുഗ്രഹീതമാണ്. പൗലോസ് അച്ഛനായി അദ്ദേഹം അറിയപ്പെട്ടത് ധ്യാനഗുരുവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന 2-3 സവിശേഷതകൾ. 1, ലളിതമായ ജീവിതമാണ്. ഒരു മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. വലിയ അരമനയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതവും സാക്ഷ്യവും ലാളിത്യത്തിൻ്റേതായിരുന്നു. ഇതെങ്ങനെ പരിചരിച്ചു എന്ന് ചോദിച്ചാൽ, ബദനി ആശ്രമാംഗമെന്ന നിലയിൽ ദീർഘകാലം അദ്ദേഹം നേടിയെടുത്ത ആധ്യാത്മികമായ ശിക്ഷണമാണ് ലളിതമായ ജീവിതത്തിൻ്റെ ക്രമം തൻ്റെ അജപാലന ശുശ്രൂഷയിൽ രൂപീകൃതമാക്കുവാനായിട്ട് സാധിച്ചത്. സഭയുടെ ശുശ്രൂഷയും ആരാധനയും ജീവിതവും ലാളിത്യത്തിൻ്റേതാണ്. ലളിതമായ ജീവിതത്തിൻ്റെ ക്രമമാണ് സമൂഹത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇതൊരു ബദൽ മാതൃകയാണ്. ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ബദൽ മാതൃക മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അഭ്യുന്നത പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. കാവ്യവസ്ത്രമണിഞ്ഞ് പൗലോസ് അച്ഛനായി വിദ്യാർത്ഥി പ്രസ്ഥാന ക്യാമ്പുകളിലും യുവജന പ്രസ്ഥാന ക്യാമ്പുകളിലും എത്തിച്ചേർന്ന് യുവതി യുവാക്കളെ സഭയുടെ ആധ്യാത്മിക രംഗത്തേക്ക് വിളിച്ചുയർത്തിയത് ഞാൻ നന്നായിട്ട് ഓർക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലും 80കളിൽ ബാലസമാജത്തിലും പ്രവർത്തിച്ചപ്പോൾ അവിടെ പൗലോസ് അച്ഛൻ്റെ സാന്നിധ്യം വളരെയായിരുന്നു. വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ട് അവരോട് വർത്തമാനം പറയുകയും സഭാജീവിതത്തിലേക്ക് അവരെ വിളിച്ചുയർത്തുകയും ചെയ്ത പൗലോസ് അച്ഛനെ എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. പൗലോസ് അച്ഛൻ വളർന്ന് വലുതായി പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്തായിട്ടുയർന്നു. അപ്പോഴും ലളിതമായ ജീവിതത്തിൻ്റെ ഒരു ക്രമം അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. എല്ലാവരോടും ഇടപെടുവാനും സ്നേഹം പങ്കുവെക്കുവാനും വ്യക്തിപരമായി സ്നേഹബന്ധം ഉറപ്പിക്കുവാനും ഈ ലാളിത്യം നിറഞ്ഞ വ്യക്തിത്വത്തിന് കഴിഞ്ഞു എന്നത് പ്രത്യേകം സ്മരണീയമാണ്. പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്ത താപസ ജീവിതത്തിൽ കൂടി ആർജിച്ചെടുത്ത ആ വലിയ ആധ്യാത്മിക ശക്തിയാണ് ലാളിത്യത്തിൽ കൂടി പ്രകടമാക്കിയത്. പൗലോസ് മാർ പക്കോമ്യൂസ് മെത്രാപ്പൊലീത്തായെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത് മലങ്കര സഭയോടും ഉള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ദാഹമായിരുന്നു. കാതോലിക്കേറ്റിൻ്റെ കാവൽഭടനായി തന്നെ അദ്ദേഹം ശോഭിച്ചു.
ഇടുക്കി ഭദ്രാസനത്തിൽ നിന്നും അങ്കമാലി ഭദ്രാസനത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അങ്കമാലിയിലുണ്ടായ കലുഷിതമായ സാഹചര്യങ്ങളൊക്കെയും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും സ്വയശീർഷകത്വത്തിനും വേണ്ടി അക്ഷീണം പോരാടുവാനും പ്രവർത്തിക്കുവാനും പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്ത കാണിച്ച സുധീരമായ നേതൃത്വം ആർക്കും അവഗണിക്കുവാനായിട്ട് കഴിയുകയില്ല. 1934 മലങ്കര സഭയുടെ ഭരണഘടന സഭയുടെ എല്ലാ മേഖലകളിലും സ്ഥാപിക്കണമെന്നും ഉറപ്പിക്കണമെന്നും പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്ത എല്ലാ വേദികളിലും പറയുമായിരുന്നു. സഭയിൽ സമാധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ആ സമാധാന ശ്രമം എന്ന് പറയുന്നത് മലങ്കര സഭയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് അദ്ദേഹം എല്ലാ വേദികളിലും വാദിക്കുകയും അതിനുവേണ്ടി തർക്കിക്കുകയും ചെയ്തു. കാതോലിക്കേറ്റിൻ്റെ ശബ്ദമായിരുന്നു പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്ത. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വയശീർഷകത്വവും ഭരണസ്വാതന്ത്ര്യവും ഉൾഭരണ സ്വാതന്ത്ര്യവും ഉറപ്പിക്കുവാനായി അദ്ദേഹം നടത്തിയ യജ്ഞങ്ങളും ശ്രമങ്ങളും സമാധാന പ്രവർത്തനങ്ങളുമൊക്കെ ചരിത്രത്തിലെ തങ്കലിപികളിൽ രേഖപ്പെടുത്തുവാനായിട്ട് കഴിയും. കാതോലിക്കേറ്റിന് വേണ്ടി എല്ലായ്പ്പോഴും സംസാരിക്കും. ഏതവസരത്തിൽ കണ്ടു കഴിഞ്ഞാലും സഭയുടെ സമാധാനം, സഭയുടെ ശാന്തി, സഭയുടെ വളർച്ച അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. മാവേലിക്കരയിൽ അദ്ദേഹം എത്തിച്ചേർന്നപ്പോഴും മാവേലിക്കരയിൽ നിന്നുകൊണ്ട് സഭയെ അതിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാടിൽ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്കമാലിയെന്നോ ഇടുക്കിയെന്നോ കോട്ടയമെന്നോ മാവേലിക്കരയെന്നോ അദ്ദേഹത്തിന് വ്യത്യാസമില്ല. എല്ലായിടവും അദ്ദേഹം ഓടിയെത്തും. വൈദികരെ അദ്ദേഹം സ്നേഹിച്ചു, സഭയിലെ ജനങ്ങളെ അദ്ദേഹം സ്നേഹിച്ചു, വിദ്യാർത്ഥികളെ അദ്ദേഹം സ്നേഹിച്ചു. സഭയെ സ്നേഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള സ്നേഹദർശനം പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്ത രൂപപ്പെടുത്തിയത്. കാതോലിക്കേറ്റിൻ്റെ കാവൽഭടനായി അക്ഷീണം എത്തിക്കുവാനും പ്രവർത്തിക്കുവാനും അദ്ദേഹം കാട്ടിയ ധീരത എന്നും മലങ്കര സഭയിലെ വരും തലമുറയ്ക്ക് മാതൃകയാണ്. പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്തയെക്കുറിച്ച് ഓർക്കുമ്പോൾ മൂന്നാമതായി എൻ്റെ മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണ പാഠവുമാണ്. ബഹളപൂരിതമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും. വലിയ ഗർജനങ്ങളോ ആക്രോശങ്ങളോ അദ്ദേഹത്തിൻ്റെ വചസ്സുകളിൽ കൂടി പ്രവഹിക്കാറില്ല. ആ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് ലളിതമായ ലാളിത്യത്തിൻ്റെ ഭരണ മാതൃകയാണ്. എല്ലാവരോടും സ്നേഹപൂർവ്വമായി ഇടപെടും, വൈദികരെ സ്നേഹിക്കും, പള്ളികളോട് വളരെ അദമ്യമായ താല്പര്യമുണ്ട്, ആരാധന വളരെ ഹൃദ്യമായി അദ്ദേഹം അവതരിപ്പിക്കും, അനുഷ്ഠിക്കും. ആരാധനയുടെയും നേതൃത്വത്തിൻ്റെയും ഒരു ഉത്തമ മാതൃക അദ്ദേഹം കാട്ടിത്തന്നു. കാതോലിക്കറ്റിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ അഭിമന്യ പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്തായുടെ ഭരണ നേതൃത്വം മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ജനങ്ങളോടൊപ്പമുള്ളതായിരുന്നു ആ നേതൃത്വം, ജനങ്ങളുടെ പക്ഷം ചേരുന്നതായിരുന്നു ആ നേതൃത്വം. സഭയുടെ പക്ഷം ചേരുന്ന, ഭരണഘടനയുടെ പക്ഷം ചേരുന്ന ഇടയ ശുശ്രൂഷയാണ്, അജപാലന ദർശനമാണ് പൗലോസ് മാർ പക്കോമ്യസ് മെത്രാപ്പൊലീത്ത നമുക്ക് കാണിച്ചു തരുന്നത്.